ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ വെച്ചിട്ടൊരു ഉണ്ടാക്കിയെടുത്താലോ? ഇതാണ് അതിനുള്ള അരിപ്പൊടി. ഇത് നമ്മൾ പച്ചരിപ്പൊടിയല്ല, സാധാരണ നമ്മൾ ചോറിന് വയ്ക്കുന്ന പൊന്നി എന്ന് പറയുന്ന അരിയില്ലേ, അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അരിൻ്റെ മതി. പുയിങ്ങലരി എന്ന് പറയും, അതിൻ്റെ പൊടിയാണിത്. മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചത്, വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ടൊന്നുമില്ല, വറുത്തിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേടാവാണ്ടിരിക്കുക, നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, അപ്പോൾ കേടാവില്ല. നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്ത് മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, പെരുംജീരകം 1 ടീസ്പൂണ്, മഞ്ഞൾ 1 ടീസ്പൂണ്, അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ചേർത്തെടുത്തിട്ട് ആദ്യം ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് ഇതിവിടെ പൊരിച്ചെടുക്കാം. എന്നിട്ട് ഈ ചെമ്മീനിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കാൻ മസാല വേണം. ഈ പൊടിയിൽക്കും വേണം കുറച്ച് തേങ്ങ. ആ തേങ്ങ ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് ഈ പൊടിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലയും വേണം ഈ ചെമ്മീനിലേക്ക്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയുണ്ട്, ചെറിയ പീസാക്കിയിട്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട്. അതും ഈ തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ട് നമുക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം ചെമ്മീനിലേക്ക് വേണ്ടിയിട്ട്. ഇതിനുണ്ട് ഒരു മസാല ഉണ്ടാക്കാം. ഈ തേങ്ങ അരച്ചിട്ട് ഈ അരിയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് അരച്ചിട്ട് ഈ അരിയിൽ ചേർത്ത് കൊടുക്കാം. മീൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായി വന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിക്കാം. നമുക്ക് ഇത് പൊരിയട്ടെ. നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇത് അരച്ചെടുക്കാം. ചെറിയ ഉള്ളി, തേങ്ങ, കുറച്ച് പച്ചമുളക്. ഇത് മസാല ഇട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മസാല ആകുമ്പോൾ കുറച്ചും കൂടെ മസാല ഇട്ടെടുക്കാം. ഈ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ചെമ്മീനിലേക്കുള്ള മസാലക്കുള്ള തേങ്ങ അരക്കൊന്നും വേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ചെറിയ ഉള്ളിയുണ്ട്, തേങ്ങ ഉണ്ട്, കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അരിയിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത് അരച്ചെടുക്കാം. ഇതിൽ അരി ഇട്ടിട്ട് ചേർത്തെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത കടായി തന്നെയാണ്. കുറച്ച് സവാള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സവാള ഒന്നിട്ട് വന്ന് നമുക്ക് ചെമ്മീൻ പൊരിച്ച് വെച്ച് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഒരു മസാല ആവും. ആ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇതിലൊന്ന് വന്നതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ച തേങ്ങയുടെ വെള്ളമൊക്കെ ഇതിലിട്ട് തേങ്ങ ഒക്കെ ഇതിൽ വെന്ത് വന്നു. നമുക്ക് ഈ ചെമ്മീൻ പൊരിച്ച് വെച്ച് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ചേർത്ത് കൊടുക്കാം. നന്നായി ചേർത്തെടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ചതും ചേർത്തിട്ട് വാട്ടിയെടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം.
ഇനി ഇത് അടുപ്പിച്ച് ഈ വെള്ളത്തിലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. വെള്ളമൊക്കെ ഇത് വറ്റി വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ മതി. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനല്ലേ, ആ രീതിയിലായി മതി. അപ്പോൾ ഈ പൊടിയോടെ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ചേർത്തെടുക്കുക കണ്ടോളൂ. ചൂടാറി വന്നിട്ടുണ്ട് നല്ലോണം. കുഴക്കമൊന്നുമില്ല, നന്നായി ചേർത്തെടുത്താൽ മതി. പത്തിരിക്ക് കുഴക്കുന്ന പോലെ ഒന്നും കുഴക്കണ്ട. നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വിധം കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടിയാൽ മതി. അതൊക്കെ നന്നായി ചേർത്തെടുക്കുക. ഇതൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതിൽ കിട്ടിയാൽ മതി. പൊടി ഇങ്ങനെ കണക്കായ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടാൽ മതി. ഇതിന് ഇങ്ങനെ പരത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട്. ഇതിൽ ഞാൻ ചെമ്മീൻ്റെ ഉണ്ടയോ കല്ലുമ്മക്കായൻ്റെ ഉണ്ടയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പച്ചരിയും ചോറും ഒക്കെ ചേർത്തിട്ടാണ്. ഇത് വെറും നമ്മളെ പുഴുങ്ങലരി ചേർത്തിട്ടാണ്. ഉണ്ടോ, ഇതാ ചോറ് ചേർക്കാണ്ട് ഈ പണ്ടം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചെമ്മീൻ്റെ പണ്ടം ഇതിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ഉണ്ട ഉണ്ടാക്കിയെടുത്താൽ അതുപോലെ കുറച്ച് പൊടി എടുക്കുക. ഒന്ന് കൈ നനച്ച് വെക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് കൈമല ഒട്ടാണ്ട് കിട്ടും. നല്ലോണം ഇതാക്കി അതുപോലെ ഈ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായി ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് കൂട്ടി വെച്ച് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. നന്നായി ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് പൊടി എടുത്താൽ മതി. അപ്പോൾ നല്ല ഇതുണ്ടോ, ഇതേമാതിരി കുറച്ച് എടുക്കാവുള്ളൂ. എന്നിട്ട് കൈ തന്നെ വെച്ചിട്ട് എന്നിട്ട് പരത്തി കൊടുക്കുക. ചെറിയ ചെറിയ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. കനം കുറച്ചിട്ട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ സാവധാനം ഉണ്ടാക്കണം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിരക്ക് പിടിക്കാണ്ട് ഉണ്ടാക്കിയാൽ മതി. ചെറിയ ചെറിയ ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് കൈമ കുറച്ച് വെള്ളം പറ്റി കൊടുത്താൽ മതി. വേണ്ട, ഘനം കുറക്കുക. ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. വലിയ ചെമ്മീനാണെങ്കിൽ ഒന്ന് നുറുക്കിയിട്ടെടുത്താൽ മതി. ഇത് കുറച്ച് വലിയ ചെമ്മീനായിരുന്നു,
അപ്പോൾ ഞാൻ നുറുക്കിയിട്ടെടുത്താൽ ചെറിയ ചെമ്മീനാണെങ്കിൽ നല്ല ഉണ്ടാവും. നുറുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അത്രയും പൊടിക്കാം. നമുക്ക് ഒരു 10-20 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലോണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലിങ്ങനെ ചെമ്പിൽ വെച്ച് കൊടുത്താൽ മതി. മേലക്കും മേലെ വെച്ച് കൊടുക്കരുത്, അപ്പോൾ വേവില്ല. 20 ഉണ്ട്. 2 വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇത് വേവിപ്പിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇത് വേണമെങ്കിൽ ഇത് കുറച്ച് മുളകൊക്കെ കുഴച്ചിട്ട് ഒന്ന് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിൽ കുറച്ച് മുളക്, മഞ്ഞൾ, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഇത് ഇത്തിരി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുത്താണ്. ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ വെന്ത ചിലവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമുണ്ടാവും കേട്ടോ. പിന്നെ നിലയിനെ മുക്കിയിട്ട് എന്താ ഫുൾ എണ്ണ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിലും ഇത് നമ്മുടെ പുഴുങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പച്ചരിനേക്കാണ് ടേസ്റ്റ് ഉണ്ടാവും. പച്ചരി ആകുമ്പോൾ നമ്മൾ ചോറൊക്കെ കൂട്ടിയിട്ട്, ഇത് പിന്നെ ചോറൊന്നും കൂട്ടിയിട്ടില്ല, ഒരു പുഴുങ്ങലരി തേങ്ങ മാത്രമല്ലേ കൂട്ടിയിട്ടുള്ളൂ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചായ കൂട്ടി കഴിക്കാൻ നോമ്പ് വറക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് മറ്റേ കശ്മീരി മുളകാണ്, കളറേ ഉണ്ടാവുള്ളൂ, എരിവ് കുറവയ്ക്കാനും. ഇത് മൊരിഞ്ഞിട്ട് വേണ്ട, ഇതുപോലെ തിരിച്ച് വെച്ചാൽ ഇങ്ങനെ മൊരിഞ്ഞ് തന്നാൽ മതി. ചുമത്തി വെച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മുളകൊക്കെ ആയതുകൊണ്ട് ചിലർക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്, അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കാം. ഇതിലുണ്ട് ഉണ്ട, കല്ലുമ്മക്കായൻ്റെ ഉണ്ട്. ഞാൻ റവ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചരി ചോറും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇത് നമ്മൾ പൊരിച്ചെടുത്തത് ഇങ്ങനെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല. കുറച്ച് എരിവുള്ളത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഇത് എരിവില്ലാതെ പൊരിക്കാണ്ട് വെച്ചത്. ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, ബൈ.